ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ മൺചട്ടിയുമായി ഇറങ്ങി ശ്രദ്ധ നേടിയ ഇടുക്കി 200 ഏക്കർ സ്വദേശിനി 87-കാരിയായ മറിയക്കുട്ടിയെ ഓർമ്മയില്ലേ? മറിയക്കുട്ടിയുടെ വിഷയത്തിൽ സർക്കാരിനെതിരെ ഇന്ന് രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. മറിയക്കുട്ടി നൽകിയ ഹർജിയിലാണ് വിമർശനം. സർക്കാരിന് ആഘോഷങ്ങൾക്ക് ചെലവഴിക്കാൻ പണമുണ്ട്, പക്ഷേ പെൻഷൻ വിതരണത്തിന് പണമില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. മറിയക്കുട്ടിയുടേത് മുൻഗണനാ വിഷയമാണെന്നും പണം നൽകിയേ തീരുവെന്നും കോടതി തീർത്തു പറഞ്ഞു. മറിയക്കുട്ടിക്ക് മാസം തോറും 1600 രൂപ നൽകാനാവുന്നില്ലെങ്കിൽ 3 മാസത്തേക്ക് അവരുടെ ഭക്ഷണത്തിനും മരുന്നിനുമുള്ള ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും കോടതി പറഞ്ഞു. അവർ ക്രിസ്മസിന് പെൻഷൻ വിഹിതം ചോദിച്ച് വന്നത് നിസ്സാരമായി കാണാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. 1600 രൂപ നിങ്ങൾക്ക് ഒന്നുമല്ലായിരിക്കാം. പണമില്ലെന്ന് സർക്കാർ പറയരുത്. സർക്കാരിന് പല ആവശ്യങ്ങൾക്കും ചെലവഴിക്കാൻ പണമുണ്ട്. എന്നാൽ സർക്കാർ ഏതെങ്കിലും ആഘോഷം വേണ്ടെന്ന് വെക്കുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു. പെൻഷൻ നൽകുന്നതിൽ മുൻഗണനാക്രമം വേണമെന്നും കോടതി പറഞ്ഞു. മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കവേ വൈകാരികമായിട്ടായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതികരിച്ചത്. 78 വയസ്സുള്ള സ്ത്രീയാണ്. അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. മരുന്നിനും ഭക്ഷണത്തിനുമായാണ് 1600 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നത്. ആവശ്യമെങ്കിൽ അഭിഭാഷകർക്കിടയിൽ പിരിവിട്ട് മറിയക്കുട്ടിക്ക് പണം നൽകാമെന്നും അദ്ദേഹം അറിയിച്ചു. താമസിക്കാൻ സ്വന്തമായ ഒരു വീട് പോലുമില്ലെന്ന് മറിയക്കുട്ടി കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അതിനാലാണ് 4 മാസത്തെ പെൻഷൻ മുടങ്ങിയതെന്നുമായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. അപ്പോഴാണ് പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചത്. ജീവിക്കാൻ മറ്റ് മാർഗമില്ലാത്തതിനാൽ കോടതിക്ക് മുന്നിലെത്തിയ മറിയക്കുട്ടി ഒരു VIP ആണ്. അങ്ങനെയാണ് കോടതി പരിഗണിക്കുന്നതെന്നും മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകുന്ന കാര്യത്തിൽ നാളെ തന്നെ തീരുമാനം അറിയിക്കണമെന്ന് പറഞ്ഞ കോടതി കേന്ദ്ര വിഹിതം എന്തുകൊണ്ട് നൽകിയില്ലെന്ന് നാളെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു.